ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പിൽ പുതിയതായിട്ട് വന്നൊരു ഫീച്ചറാണ്. നമുക്കിനി മുതൽ ചാറ്റ് ഓപ്പൺ ചെയ്തിട്ട് ചാറ്റിലുള്ള ഇത്തരത്തിലുള്ള മെസ്സേജുകൾ നമുക്ക് പിൻ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അത്തരത്തിൽ പിൻ ചെയ്ത് വെച്ചാലുള്ള ഉപയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ആ ഒരു മെസ്സേജ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് പിൻ ചെയ്ത് വെക്കുന്നത്. നേരത്തെ വാട്സപ്പിൽ ചാറ്റ് മാത്രം നമുക്ക് പിൻ ചെയ്ത് വെച്ച് മുകളിൽ ഏറ്റവും ടോപ്പിലായിട്ട് കൊണ്ടുവന്ന് ചാറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിച്ച് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ വാട്സപ്പ് നേരത്തെ കൊണ്ടുവന്നിരുന്നു. ഇപ്പോൾ ഇത് ചാറ്റ് ഓപ്പൺ ചെയ്ത ശേഷം ചാറ്റിലുള്ള മെസ്സേജുകൾ ഇത്തരത്തിൽ പിൻ ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കറക്റ്റ് അതിൻ്റെ ഒരു യൂസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ഫീച്ചർ കിട്ടാനായിട്ട് നിങ്ങൾ വാട്സപ്പ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ശേഷം ആ ഒരു പിൻ ചെയ്ത മെസ്സേജ് എങ്ങനെയാണ് എടുക്കുന്നതൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടുന്ന് ഒരു മെസ്സേജ് അയച്ചത്, ഇപ്പോൾ ഹലോ എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഞാൻ ഇവിടെ അയച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഈ ഒരു മെസ്സേജ് പിൻ ചെയ്ത് വെക്കുന്നത് ഇതിലൊന്ന് ലോങ് പ്രസ് ചെയ്തിട്ട് ഈ 3 ഡോട്ടിൽ സെലക്ട് ചെയ്താൽ പിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. ഇതെടുത്താൽ ഇത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ 3 ഓപ്ഷൻ വരും. ഡീഫാൾട്ടായിട്ട് വരുന്നത് 7 ദിവസമാണ്. 24 മണിക്കൂറിലേക്ക് നമുക്ക് മാറ്റാം, അല്ലെങ്കിൽ 30 ദിവസത്തേക്ക് മാറ്റാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏതെങ്കിലും സെലക്ട് ചെയ്തിട്ട് പിൻ ചെയ്താൽ ആ ഒരു മെസ്സേജ് ഇവിടെ മുകളിൽ കണ്ടില്ലേ, ഇതേ രീതിയിൽ പിൻ ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചാറ്റ് ഇങ്ങനെ മുകളിലേക്കും താഴേക്കും നീക്കിയാലും ആ ഒരു മെസ്സേജ് അവിടെ കിടക്കും. നമുക്ക് എളുപ്പത്തിൽ അത് റീഡ് ചെയ്യാം. ഇമ്പോർട്ടൻറ്റ് മെസ്സേജുകളൊക്കെ അങ്ങനെ നമുക്ക് ചെയ്ത് വെക്കാം. അങ്ങനെ എന്തെങ്കിലും പിൻ ചെയ്ത് വെച്ചാൽ നമ്മുടെ ചാറ്റിൻ്റെ ഇവിടെയായിട്ട് കാണിക്കും യു പിൻ ഡേ മെസ്സേജ്. ഇനിയും നമ്മുടെ ഈ ചാറ്റിൻ്റെ അപ്പുറത്തുള്ള വ്യക്തിയാണ് പിൻ ചെയ്ത് വെച്ചതെങ്കിൽ ആ ആൾ പിൻ ചെയ്ത് വെച്ചതായിട്ട് കാണിക്കും. ഞാനത് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ ഹലോ അയച്ച മെസ്സേജ് വന്ന അപ്പുറത്തെ ചാറ്റാണ്. ഇവിടെ കണ്ടില്ലേ പിൻഡ് മെസ്സേജ് വന്ന് കാണിക്കുന്നത്. ഇപ്പം നമുക്ക് ഈ ഒരു മെസ്സേജ് നമുക്ക് ഇവിടുന്ന് തന്നെ മറ്റു വ്യക്തിക്കും ഇത് അൺപിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ ടാപ്പ് ചെയ്തിട്ട് ഇതിൽ 3 ഡോട്ടിൽ പ്രസ് ചെയ്താൽ ഇത് അൺപിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ അയച്ച ആ ഒരു ചാറ്റിൽ പോയാൽ അൺപിൻ ചെയ്താൽ ഞാൻ ആ ഒരു ചാറ്റിൽ പോയിട്ട് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ആ ഒരു ചാറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ അയച്ച ചാറ്റ്, ആ ഒരു ചാറ്റിൽ നമുക്ക് ഇവിടെ പിൻ ചെയ്ത മെസ്സേജ് ഇവിടുന്ന് പോയിട്ടുണ്ട്. ഇനിയും നമുക്ക് മറ്റേ വ്യക്തി, നമ്മൾ ചാറ്റ് ചെയ്ത വ്യക്തി അവിടുന്ന് പിൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇവിടെ കാണിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഒരു മെസ്സേജ് അയക്കുന്നു. ഒരു മെസ്സേജ് ഇവിടുന്ന് അയച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടുന്ന് പിൻ ചെയ്യുന്നു. ഓക്കെ, പിൻ ചെയ്യുന്നു. യു പിൻ്റെ മെസ്സേജ് എന്ന് കാണിക്കുന്നു. ഞാൻ അപ്പുറത്തെ ചാറ്റിലേക്ക് പോകുന്നു. ഇവിടെ കണ്ടില്ലേ, മറ്റേ ചാറ്റിൽ പോയിട്ട് നമ്മൾ പിൻ ചെയ്തു. അപ്പം ഇപ്പുറത്തെ ഉള്ള ചാറ്റ് ചെയ്യുന്ന ആൾക്കും ആ ഒരു പിൻ ചെയ്ത മെസ്സേജ് കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് നമുക്ക് അൺപിൻ ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ഈ മെസ്സേജിൽ ടാപ്പ് ചെയ്ത് പിടിച്ചിട്ട് ഇവിടുന്ന് 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് അൺപിൻ ചെയ്യാം. അല്ലെങ്കിൽ മുകളിൽ വരും പിൻ ചെയ്ത മെസ്സേജുകൾ ഇവിടെ വരും. അതിൽ ടാപ്പ് ചെയ്താൽ ഇവിടെ നമുക്ക് ടാപ്പ് ചെയ്ത് പിടിച്ചാൽ ഇവിടെ നമുക്ക് ആ മെസ്സേജ് കാണണമെങ്കിൽ ഗോ ടു മെസ്സേജ് എന്ന് കൊടുത്താൽ ആ മെസ്സേജിലേക്ക് വരും. അല്ലെങ്കിൽ അൺപിൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അൺപിന്നും പിന്നും ചെയ്യുന്നത്. ഇനി ഇവിടെ നമുക്ക് ഇതേ രീതിയിൽ ലിങ്ക്, അതുപോലെ മെസ്സേജുകൾ, അതുപോലെ തന്നെ സ്റ്റിക്കറുകൾ, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഒരു ഇമേജ് ഞാൻ സെൻഡ് ചെയ്ത ഇമേജും ഇത്തരത്തിൽ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഈ 3 ഡോട്ടിൽ പ്രസ് ചെയ്താൽ ഇവിടുന്ന് പിൻ ചെയ്യാം. പക്ഷേ നിങ്ങൾ ഒരു ഡോക്യുമെൻ്റാണ് പിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഇതൊരു ഡോക്യുമെൻ്റാണ്, ഈ ഡോക്യുമെൻ്റാണ് പിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിൽ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ പിൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരത്തില്ല. അതിന് പകരമായിട്ട് ഇവിടെ പിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തന്നെ, ഒരു സിമ്പിൾ തന്നെ ഇവിടെ കിടപ്പുണ്ട് പിൻ ചെയ്യുന്നതിൻ്റെ. അതിൽ ടാപ്പ് ചെയ്യുമ്പോഴാണ് ഇവിടെ പിൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. ഇങ്ങനെ ഇതിനകത്തുള്ള ഒരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയത്, ഇപ്പോൾ നിലവിൽ 24 മണിക്കൂർ, 7 ദിവസം, 30 ദിവസം ഇങ്ങനെ മാത്രമേ പിൻ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നുള്ളൂ. അത് 24 മണിക്കൂർ കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക് അൺപിൻ ആയി പോകും. അതുപോലെ തന്നെ 7 ദിവസം കൊടുത്താൽ 7 ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് അത് പോകും. 30 ദിവസം പോകും. നമുക്ക് എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ്, ഒരുപാട് ബാക്കിലായിട്ടുള്ള മെസ്സേജ് നോക്കണമെന്നുണ്ടെങ്കിൽ ഇത് 30 ദിവസം, 7 ദിവസം, 24 മണിക്കൂർ മാറ്റി ഓരോ ഓപ്ഷനോട് എക്സ്ട്രാ കൊടുത്ത് അൺലിമിറ്റഡ് അങ്ങനെ കൊടുത്താൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് നോക്കാൻ പറ്റുന്ന രീതിയിൽ കൊടുത്താൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഒന്നിലധികം മെസ്സേജുകൾ ഇത്തരത്തിൽ പിൻ ചെയ്യാനൊരു ഓപ്ഷനോട് കൊടുത്താൽ നല്ലതായിരിക്കും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റായി രേഖപ്പെടുത്തുക. ഒന്നിലധികം മെസ്സേജുകൾ പിൻ ചെയ്യാനൊരു ഓപ്ഷൻ വാട്സപ്പിലേക്ക് വരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും വാട്സപ്പിൽ ഇത്തരത്തിലുള്ള മെസ്സേജുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് വന്ന ഉടനെ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇതുപോലുള്ള കൂടുതൽ വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നമുക്ക് അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.